മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഈ കെയർ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്നല്ലേ. കെയർ എന്ന് പറഞ്ഞാൽ എന്താ? പരിഗണന. നമ്മൾ ലേഡീസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മളെ പരിഗണിക്കണം, നമ്മളെ അംഗീകരിക്കണം എന്നുള്ളത്. ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അതായത് 35 വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളത്തെ റിസർച്ചിന് ശേഷം കമ്പനി കണ്ടെത്തിയിട്ടുള്ള ഒരു അമേസിങ് പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്ത്രീകളിൽ ഒരു ഫാമിലി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തില് ആദ്യം എഴുന്നേൽക്കുന്നതും അവസാനം ഉറങ്ങുന്നതും ആ വീട്ടിലെ സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ അവരുടെ എല്ലാ സന്തോഷത്തിനും വേണ്ടി, അവരുടെ എല്ലാ തൃപ്തിക്കും വേണ്ടി നമ്മളെ തന്നെ ബലിയാടാക്കിയല്ല, നമ്മൾ നമ്മുടെ സന്തോഷങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മളവിടെ പരിഗണന കൊടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഗണന കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ആരോഗ്യത്തെ നമ്മൾ അവിടെ വില കൽപ്പിക്കുന്നില്ല. നമ്മൾ സ്ത്രീകൾ അങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഈ വുമൺസ് ഹെൽത്ത് എന്ന് ചോദിച്ചാല് ഇപ്പോ ഈ ആരോഗ്യ കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്കാണ്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ആയിക്കോട്ടെ, നമുക്കതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആയിക്കോട്ടെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത് ലേഡീസിനാണ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ലേഡീസിനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു 35 വയസ്സിന് ശേഷം നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം, PCOD ഉണ്ടാകാം, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാം, ഒബിസിറ്റി ഉണ്ടാകാം, BP ഉണ്ടാകാം, ഡയബറ്റിക്സ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഒരു 35 ഇപ്പൊ പറയും നല്ല രീതിയിൽ നമ്മൾ കാൽസ്യം വിറ്റാമിനും ഒക്കെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ 35 വയസ്സിന് ശേഷം സ്ത്രീകളില് ബോഡിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ കാൽഷ്യം ഒക്കെയാണ് നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 35 വയസ്സിന് ശേഷം ഈ ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നത്, തേയ്മാനം ഉണ്ടാകുന്നത്, പിന്നെ പല്ലിന് പ്രശ്നം ഉണ്ടാകുന്നത്, മുടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം മൊത്തം ഈ ബോഡി വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ ഹോർമോണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ജോയിന്റ് പെയിൻ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലെ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഭാര്യയാവാം, ഉമ്മയാവാം, അല്ലെങ്കിൽ സഹോദരിയാവാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് ആ അത്രയും കുടുംബത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് അവിടെ ഒരു കിടപ്പിലായി പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആ ഒരു സ്ത്രീ ഇല്ലാത്ത ഒരു വീട് നമുക്കറിയാലേ. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഭർത്താക്കന്മാരാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഭാര്യമാരെയാണ്. അവർക്കത് കഴിവുണ്ടെങ്കിൽ പോലും ഭാര്യമാരുണ്ടെങ്കിൽ അത് അവര് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കൂല. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്ട്രിക്ഷൻ പോലും ഇല്ലാതെ, കാരണം രാത്രിയിലൊക്കെ വൈകി വരുന്ന ഭർത്താക്കന്മാരും മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വൈകി വരുന്ന സമയത്ത് പോലും നമ്മൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ പോലും അവര് വരുമ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനും അവരുടേതായ എല്ലാ കാര്യങ്ങളും ഒരു കുറവോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ സ്ത്രീകൾ മാനേജ് ചെയ്തു പോകുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല് നമ്മള് ആരോടും ഒരു പരാതിയോ പരിഭവത്തിനോ ലേഡീസ് പോകൂല. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് അതിന്റെ എക്സ്ട്രീം ലെവലില് ഏറ്റവും അങ്ങേയറ്റത്തെത്തിയതിനു ശേഷം മാത്രമേ നമ്മള് വീട്ടിലുള്ള ആളുകളോട് പോലും നമ്മള് പറയുകയുള്ളൂ ഇന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ, ഇപ്പം അത് മാറിക്കോളും. ഇപ്പൊ ഒരു തലവേദന വന്നാലോ അല്ലെങ്കിൽ ഒരു വേദന വന്നാലോ അത് കുഴപ്പമില്ല, അത് മാറിക്കോളും. അങ്ങനെ നമ്മള് ലേഡീസ് എല്ലാ കാര്യങ്ങളും അങ്ങനെ 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 പൊക്കോട്ടെ 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 എന്ന് പറഞ്ഞ് വെച്ചാണ് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ഈ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് ജെൻസിനും ലേഡീസിനും ഉണ്ടാവാറുണ്ട്. പക്ഷെ ജെൻസിനെ സംബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണസംഖ്യകൾ കുറവാണ്. പക്ഷെ ലേഡീസിനെ സംബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവര് മരണപ്പെടാൻ പോലും ചാൻസസ് ഉണ്ട്. ഇവിടെയാണ് ലേഡീസിന് വേണ്ടിയിട്ട് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള
ഒരു നമ്മുടെ കമ്പനി പോലും കണ്ടുപിടിച്ചിട്ടുള്ള അമേസിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐ കെയറിന്റെ റെലവൻസ്. ഐ കെയറിനകത്ത് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ എൻഗുമിൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഹീറോ ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് 4 ഹെർബൽ എക്സ്ട്രാക്റ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എൻഗുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മഞ്ഞളിൽ നിന്ന് എടുത്ത കുർക്കുമിൻ എന്ന് പറഞ്ഞാല് കുർക്കുമിൻ നമ്മുടെ കമ്പനി വേർതിരിച്ചിട്ടുള്ള മോളിക്യൂൾ ആണ്. പക്ഷെ ഈ കൊറോണ വന്ന സമയത്തൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഇമ്മ്യൂൺ മോഡുലേറ്റർ ആണ്. കൊറോണ വന്ന സമയത്തൊക്കെ എല്ലാവരും പറയുമായിരുന്നു കൊറോണ വരാതിരിക്കാൻ മഞ്ഞൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്പനി കൊറോണ വരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ. രണ്ടാമത്തത് കുന്തിരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമുക്ക് ഓസ്ട്രോ ആർത്രൈറ്റിസിന്, അതായത് ലേഡീസിനാണ് കൂടുതൽ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓർത്രോ ആർത്രൈറ്റിസിന് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു മോളിക്യൂളാണ് കുന്തിരിക്ക. മൂന്നാമത് വലേറിയൻ റൂട്ടിൽ നിന്ന് വേർതിരിച്ച ഒരു മോളിക്യൂൾ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പിനും ആങ്സൈറ്റി അങ്ങനെ ലേഡീസിന് മാത്രം ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ്. നാലാമത്തതാണ് ശതാവരി നമുക്ക് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും നമ്മുടെ മെൻസ്ട്രക്ഷൻ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ. കാരണം മെൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പീരീഡ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, വേദനകളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾക്ക് നല്ല രീതിയിൽ പീരീഡ്സ് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലേഡീസിന് ഹോർമോൺ ഇഷ്യൂസിനും മെൻസ്ട്രൽ പ്രശ്നത്തിനും മാത്രം ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശതാവരി. അപ്പൊ ആ ഒരു ഇത്രയും 4 ഹെർബൽ എക്സ്ട്രാക്റ്റിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ കെയർ. അതിന്റെ കൂടെ തന്നെ ഒരു 9ഓളം ഹെർബൽ വേറെ എക്സ്ട്രാക്റ്റുകളുണ്ട്. അതായത് സാഫ്രോൺ ഉണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുങ്കുമപ്പൂവിന് നമ്മുടെ ഓവറോൾ ബോഡിയിൽ ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഹിൻ റിലേറ്റഡ് ആയിട്ട്, സ്കിൻ റിലേറ്റഡ് ആയിട്ട്, അതുപോലെ ന്യൂട്രിയൻസ്, ഹെൽത്ത്, അങ്ങനെ പല പല ബെനിഫിറ്റുകളും നമ്മുടെ സാഫ്രോണിലുണ്ട്. രണ്ടാമത്തത് മുള്ളാത്ത എനിക്ക് തോന്നുന്നു ഈ ക്യാൻസർ കോശങ്ങളെ പോലും അതായത് ഈ ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ മുള്ളാത്ത ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ അത് കൊണ്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. കാരണം മുള്ളാത്തയില് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാട്ടോ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതല്ല, ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ആ മുള്ളാത്തയുടെ വെള്ളം തിളപ്പിച്ച് മുള്ളാത്തയുടെ ഇല തിളപ്പിച്ച് വെള്ളം കൊടുക്കും. മുള്ളാത്ത പഴം എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന വീട്ടിൽ ഇന്ന ആള് ഇന്ന അസുഖമാണ്, അവർക്കത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ ആളുകൾ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെയാണ് ഒരു പീച്ച് പഴം എന്ന് പറഞ്ഞാൽ നമുക്കത് ഹൈ ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോൾ പ്രഷറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ നിയന്ത്രിക്കാനും ഒക്കെ പീച്ച് പഴം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐ കെയറിന്റെ ഫ്ലേവർ തന്നെ പീച്ചാണ്. നാലാമത്തെ അതായത് നമ്മുടെ കറുത്തേള് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള ഒരുപാട് മിനറൽസിന് കാൽഷ്യം നമുക്ക് ഇത് നല്ലതാണ്. എള്ള് നല്ലതാണ്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വെറും വയറ്റില് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ജടാമഞ്ചി, പിന്നെ നെല്ലിക്ക, പിന്നെ അലോവേര, ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാക്ട്, അതായത് ഈ 4 ഹെർബൽ എക്സ്ട്രാക്ട് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്പനി ഈ ഐ കെയറിനകത്ത് ഇത്രയും കൂടെ ഇതൊക്കെ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ പനി വരുന്ന സമയത്ത് തുളസിയില, പനിക്കൂർക്കയില, പിന്നെ എന്താണ് അങ്ങനെ 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 ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ സൈഡ് എഫക്റ്റിൽ. അങ്ങനെ ഈ അലോവേര തന്നെയാണ് നമ്മുടെ മുടിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ഗ്ലോയിന് അലോവേര നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബോഡിയിൽ ഈ അലോവേരയും കൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ ഈ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മസിലിനെ, അതായത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ബോണിന് അതൊരു സ്ട്രെങ്ത് കിട്ടാനും, ഹോർമോണിന് സ്ട്രെസ് കുറയ്ക്കാനും, നമുക്ക് നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും, നമ്മുടെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാനും, നമുക്ക് ഇതെല്ലാം ഈ ഓവറോൾ ലേഡീസിനെ സംബന്ധിച്ചുള്ള ഓവറോൾ ബോഡിക്ക് ഈ ഇൻഗ്രീഡിയന്റ് എല്ലാം കൂടെയുള്ള ഐ കെയർ ആണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഐ പൾസിനേക്കാൾ നല്ല ബെനിഫിറ്റ് കിട്ടുന്നത്
ബെനിഫിറ്റ് മീൻസ് അവരുടെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന അവരുടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഹോർമോൺ 35 വയസ്സ് കഴിഞ്ഞാല് അതുണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു 30, 35 വയസ്സിന് ശേഷമായിട്ട് പതുക്കെ 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 നമ്മുടെ ബോഡിയിൽ ഓരോരോ ചേഞ്ചസ് നമുക്ക് തന്നെ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് ആഹ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഐ കെയറിന്റെ ഇത് ഉപയോഗിച്ചാലുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് നമ്മുടെ PCODനെ അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മുടെ മെൻസസ് അതായത് പീരീഡ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓ ഡിസോർഡർ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഓർഡർ ആവും. പിന്നെ ഈ വേദനാജനകമായ ആർത്തവ വിരാമം അങ്ങനെ ഒരുപാട് അതായത് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ യൂട്രസ് റിമൂവഡ് ആയിട്ടുള്ള യൂട്രസ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ. ഓസ്റ്റിയോ വെൽനസ് നോക്കുമ്പോഴത്തേക്കിനും ഈ ബോൺസ് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും ഓസ്റ്റിയോപൊറോസിസിന് ആർത്രൈറ്റിസിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി നമുക്കത് കൂട്ടും. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. നമ്മുടെ വേദനകളെല്ലാം ബോഡിയിൽ സംബന്ധിച്ചിട്ടുള്ള വേദനകൾക്കെല്ലാം ഈ ഐ കെയർ കൊണ്ട് മാറ്റം ഉണ്ടാകും. കോസ്മെറ്റിക് വെൽനസ് നോക്കുമ്പോൾ ലേഡീസ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ മുഖക്കുരുവിന്റെ ആയിക്കോട്ടെ, ചുളിവുകൾക്കായിക്കോട്ടെ, ബ്ലിമിഷ്, അങ്ങനെ റിങ്കിൾസ്, അങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഐ കെയർ സൊല്യൂഷൻ ആണ്. ആന്റി സെല്ലുലൈറ്റ് ആണ്, ഹെൽപ്സ് ഇൻ ഓവറോൾ സ്കിൻ റെജുവിനേഷൻ. സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും സ്കിൻ റിലേറ്റഡ് ആണ്. സ്കിൻ ഇല്ലാത്ത ഒരു ഭാഗവും നമുക്ക് തല മുതൽ പാദം വരെയുള്ള നമ്മുടെ ഓവറോൾ ബോഡിയിൽ നമുക്ക് സ്കിന്നാണ്. ആ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഐഗ്ലോ ഉപയോഗിക്കുന്നത് പോലെ അതിനകത്ത് സാഫ്രോൺ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് അതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ഈ നമ്മുടെ പ്രൊഡക്റ്റുകൾ മൾട്ടി റിസൾട്ട് ആണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ലേഡീസ് ഒരു മൾട്ടി ടാസ്കിങ് ആണ്. കാരണം ഒരേ സമയം നമുക്ക് ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റും. ആരെങ്കിലും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആൾക്കാരാണ്. ഒരു സൈക്കോളജിക്കൽ വെൽനസ് നോക്കുവാണെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് സ്വാഭാവികമായിട്ട് ലേഡീസിന് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സിനായിക്കോട്ടെ, നമ്മുടെ ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി. ഡിപ്രഷനും സ്ട്രെസ് പണ്ടൊക്കെ ഡിപ്രഷൻ ആന്ന് പറയാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പണ്ടതൊരു മാനസിക രോഗമാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ആളുകൾ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചു പോകുന്നുള്ള കാര്യങ്ങളാണ്. നമ്മള് പെയിൻ ഡിസോർഡേഴ്സ്. പിന്നെ ഇമ്മ്യൂൺ വെൽനസ് എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇത് നോക്കുവാണെങ്കിൽ ഇംപ്രൂവ്ഡ് ഇമ്മ്യൂൺ ഫങ്ഷൻസ് നമ്മുടെ ശ്വാസകോശത്തിന് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നടക്കും. പിന്നെ ഇൻഫെക്ഷൻ ഇൻക്ലൂഡ് അലർജി പ്രശ്നത്തിനായിക്കോട്ടെ, അനീമിയ. ഇപ്പം എല്ലാവർക്കും ലേഡീസിനെ സംബന്ധിച്ച് ഭയങ്കര വിളർച്ചയാണ്. കാരണം ഇപ്പൊ പീരീഡ്സ് സമയത്ത് ചില ആളുകൾക്ക് ഓവർഫ്ലോ ആണ് ബ്ലഡ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കുറവാകും. ബ്ലഡ് കുറവാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഗട്ട് വെൽനസ് നോക്കുവാണെങ്കിൽ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ ആണ്. അതുപോലെ ഡൈജഷൻ നല്ല രീതിയിൽ നമുക്ക് ദഹനം നടക്കാനും ഒക്കെ നല്ലതാണ്. റെഡ്യൂസ് ഇൻ ഗ്യാസ്ട്രിക് അസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസ് പ്രോബ്ലംസിനും അസിഡിക് പ്രശ്നത്തിനും എല്ലാം ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. നമുക്ക് നിർബന്ധമായിട്ട് 35 വയസ്സിന് എബോ ഉള്ള ലേഡീസ് നിർബന്ധമായിട്ട് നമ്മൾ ഐ കെയർ ഉപയോഗിക്കുക. കാരണം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സ്വന്തമായിട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഐ കെയർ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഐ കെയർ ഉപയോഗിക്കുക. ജെൻസിനോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ, അതായത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയുകയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാര്യമാര് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആരാണ്? നമ്മുടെ ഉമ്മാക്ക് ഒരു പരിധിയുണ്ട്, നമ്മുടെ സഹോദരിക്ക് ഒരു പരിധിയുണ്ട്, നമ്മുടെ മക്കൾക്ക് ഒരു പരിധിയുണ്ട്, പെൺമക്കൾക്ക്. അപ്പൊ എല്ലാ ആളുകൾക്കും ഓരോരോ പരിധികളുണ്ട്. പക്ഷെ നിങ്ങളോട് ഒരു റെസ്ട്രിക്ഷൻസോ ഒരു പരാതിയോ ഒരു പരിധികളോ വെക്കാത്തത് നിങ്ങളുടെ ഭാര്യമാരാണ്. കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളോട് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യമാരാണ്. ഇപ്പൊ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. ആരോഗ്യം ഇല്ലെങ്കിൽ പോലും അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് അവരേ ഉള്ളൂ. അവരൊന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ
കല്യാണം കഴിക്കാത്ത യങ്സ്റ്റേഴ്സിനോടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മായിക്ക്, കാരണം ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തന്നെ നിങ്ങളുടെ ഉമ്മ ആണ്. നിങ്ങളുടെ ഉമ്മാമാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഐ കെയർ വാങ്ങി കൊടുക്കുക. അതിന്റെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാവുന്ന. തീർച്ചയായിട്ടും ഐ കെയർ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാം. ഐ പ്ലസ് ആണ് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റാത്തത്. പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഉണ്ടോന്ന് തീർച്ചയായിട്ടും ഉണ്ട്. 35 വയസ്സിന്, കാരണം 35 വയസ്സിന് ശേഷമാണ് നമ്മുടെ ബോഡി, ലേഡീസിന്റെ ബോഡിയിൽ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത്. ഈസ്ട്രജന്റെ അളവ് കുറയുന്ന സമയത്താണ് നമുക്ക് ഈ ഐ കെയർ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ 35 വയസ്സിന് ശേഷം എബോ ഉള്ള ലേഡീസ് നിർബന്ധമായിട്ടും ഐ കെയർ ഉപയോഗിക്കുക. അതിന് ഇത്ര നാൾ ഉപയോഗിക്കണം എന്നുണ്ടോന്ന് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ടൈം ഉണ്ടോ, പ്രിഫർ അതുണ്ട്, ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏറ്റവും നല്ലത് ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഐപ്പിൾസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഐ കെയർ നമ്മൾ തണുപ്പ് മാറ്റിയിട്ട് ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ നമ്മൾ അത് ഉപയോഗിക്കുക. ചില ആളുകൾ ചോദിക്കും ഡൈലൂഷൻ, അതായത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാമെന്ന്. ഓഫ് കോഴ്സ് തീർച്ചയായും പറ്റും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് യാതൊരു കണ്ടാമിനേഷനും ഇല്ല. അത് നല്ല ക്ലാരിറ്റി ആൻഡ് പ്യൂരിറ്റി ആയിട്ടുള്ള വെള്ളമാണെന്ന് നമ്മൾ ഉറപ്പാക്കുക. ഇപ്പോഴത്തെ വെള്ളം ഒരു പ്യൂരിറ്റി ആയിട്ടുള്ള വെള്ളമാണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ അത് ഡൈലൂട്ട് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് നമ്മളൊന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഹൈ കെയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആയോ? അത് ആദ്യം നോക്കട്ടെ. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉപകാരപ്പെട്ടിട്ടുണ്ടോ?